ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം സ്റ്റേഡിയത്തിലാണ്. അവിടെ പുഷ്പമേള നടക്കുന്നു. അങ്ങോട്ട് വന്നതാണ്. നിങ്ങളെ ചെറിയ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തിലാണ്. ഈ നിൽക്കുന്ന വ്യക്തി ചിരിക്കാത്ത മനുഷ്യനാണ്. ഇദ്ദേഹത്തെ ചിരിപ്പിക്കുന്നവർക്ക് 1,00,000 രൂപ അദ്ദേഹം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആ ചെക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പലരും വന്ന് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ഇപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലും. അദ്ദേഹത്തെ ചിരിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്. നല്ല രസകരമായ കാഴ്ചയാണ്. ഹലോ ഗൈസ്, ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നേക്ക് നമ്മുടെ ചേട്ടനെ ചിരിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കിയാലോ? ഹായ് ചേട്ടാ, നമുക്കത് പറയാൻ പോവുക. ഞാൻ ചിന്ന വയസ്സിലല്ലേ, ഞാനൊരു മരത്തേക്ക് കയറി ശേഷം ഒരു ചോരിപ്പുഴു വന്ന് എന്നെ കടിച്ച് ചൊരഞ്ഞി. അയ്യോ എന്നാ പറയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ചൊറിയാൻ മാറിയത്. ചേട്ടയുടെ ഫീസിൽ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ? ആ പെൺകുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ ചിരിപ്പിക്കാൻ നോക്കി. പക്ഷേ കഴിഞ്ഞില്ല. എങ്കിലും ട്രൈ ചെയ്തല്ലോ. അതിന് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിലിരിക്കുന്നത് ഒരു മലമ്പാമ്പാണ്, അഥവാ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണ്. അദ്ദേഹം അതിനെ ഇങ്ങനെ താലോലിച്ച് മാറത്തടക്കി പിടിച്ചിരിക്കുക. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് തൊടുകയോ ഒക്കെ ചെയ്യാം. ആരും അതിനടുക്കുന്നില്ല. ഈ ഇരിക്കുന്നൊരു ഇഗ്വാന. അതുകൊണ്ട് എല്ലാം പരിശീലിപ്പിച്ചിരിക്കുന്നതാണ്. വലത്തെ സൈഡിലായിട്ട് 2 മക്കാവ് പാരറ്റ് ഉണ്ട്. അതിന് അദ്ദേഹം ഇങ്ങനെ തീറ്റയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൊള്ളാവുന്ന മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റാളുകളിലേക്ക് കയറിയിരിക്കുകയാണ്. വിവിധ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതും വാങ്ങുന്നതിനും വേണ്ടിയൊക്കെയുള്ള സ്റ്റാളുകളാണ് ഇത്. പല ഐറ്റംസ് ഉണ്ട്. ഈ സ്റ്റാള് ചെടികളുടെ വിത്തുകൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ റെയറായിട്ടുള്ള ചെടി വിത്തുകളാണ്. ഇവിടെ ഗാർഡനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസും അക്വേറിയത്തിലൊക്കെ ഇടുന്ന ടൈപ്പ് കല്ലുകളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് ചെറിയ കമ്മലുകൾ, റോൾഡ് ഗോൾഡിൻ്റെ ടൈപ്പിലുള്ള ആഭരണങ്ങളൊക്കെയാണത്. അപ്പുറത്ത് പല സ്റ്റോളുകളുണ്ട്. ഓരോ ഐറ്റംസ് വീട്ട് ആവശ്യമുള്ള തരത്തിലുള്ള പല ഐറ്റംസ് അവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ ശരീരം മസാജ് ചെയ്യുന്ന ടൈപ്പിലുള്ള ചില ഉപകരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ആ ഉപകരണം ശരീരത്തിൽ ഇങ്ങനെ വെച്ച് മസാജ് ചെയ്യാനുണ്ട്. വളരെ സുഖകരം. എന്നെ കുറച്ച് നേരം അദ്ദേഹം മസാജ് ചെയ്ത് ഞാൻ മേടിക്കാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പതുക്കെ അവിടെ സ്ഥലം വിട്ടു. അദ്ദേഹം അതാ ഇപ്പം ചോദിച്ചത് വരുന്നുണ്ടോ എന്ന്. ഹലോ ഗൈസ്, ഇവിടെ ഒരു ചേട്ടൻ ഏതോ ഒരു സോപ്പാണ്. സോപ്പ് കയ്യിലിങ്ങനെ പുരട്ടി കൈ കൂടുതൽ വെളുക്കും എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. അത് വെളുത്തോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കി സ്വയം തീരുമാനിക്കുക. വ്യത്യാസം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു സോപ്പ് പുള്ളി കൈ കൊടുത്തു. അടുത്ത കൈയും മിനുക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഒരു സ്റ്റാളിൽ നമ്മുടെ അമ്പലപ്പറമ്പുകളിലും
പള്ളികളിലുമൊക്കെ ഉള്ള ഐറ്റംസ്, ചെറിയ ചാന്തും വളപ്പൊട്ടുകളും ഇതൊക്കെയാണ് അവിടെ വിൽക്കുന്നത്. ഇവിടെ മൊബൈലിൻ്റെ കവറും അതിൻ്റെ സംബന്ധിച്ചുള്ള ആക്സസറീസ് ഒക്കെയാണ്. ഇവിടെ വാച്ചുകളുടെ കളക്ഷനാണ്. ഇവിടെ നിരവധി വാച്ചുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതെല്ലാം വളരെ വില, ചീപ്പ് റേറ്റ് മുതൽ കൂടിയ വിലകളിലുള്ള ഉള്ള വാച്ചുകളുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. വലത്തെ സൈഡിൽ ഫർണിച്ചറിൻ്റെ ഒരു സ്റ്റാളാണ്. കട്ടിൽ, മെത്ത, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. നേരെ സോളാറിൻ്റെ ഒരു സ്റ്റോളാണത്. അതിനിപ്പുറത്തായിട്ട് കുഷനും മെത്തകളൊക്കെയുള്ള ഒരു സ്റ്റാളുണ്ട്. ഇവിടെ എന്തുപകരണമാണ് ഈ കൊടുക്കുന്നതെന്ന് എനിക്ക് കാര്യമായി മനസ്സിലായില്ല. ഇത് നാവ് പിടിക്കുന്ന എന്തോ സംഭവമാണ്, അതായിരിക്കും. അതുപോലെ വേറെ പല ഐറ്റംസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. റൂം ക്ലീൻ ചെയ്യാനൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പല പല നിറത്തിലും ഡിസൈനിലുമുള്ള ഹലുവകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ സ്വർഗത്തിലെ അത്തിപ്പഴം മുതൽ നരകത്തിലെ കാന്താരി വരെ അവിടെ വിൽക്കാറുണ്ട്. ഇവിടെ ബക്കറ്റിൽ പൊട്ടലും എന്തെങ്കിലും സുഷണം കിഴുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് അടയ്ക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു സംഭവമാണത്. അങ്ങനെ കയറ്റി വെച്ച രസം അത് കാണാനായിട്ട്. അത് ഉരുക്കി വെച്ച് അതങ്ങോട്ട് കയറ്റി വെക്കും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ അത് ഫില്ല് ചെയ്ത് കിട്ടും. നല്ല മധുരമുള്ള ഐറ്റംസാണ് ഇവിടെ വിൽക്കുന്നത്. അതിൽ ഒന്ന് രണ്ടെണ്ണം എനിക്ക് തന്നു. നല്ല രുചികരമായിട്ടുള്ള ഭക്ഷ്യവസ്തുവാണിത്. ഇവിടെ തുണിത്തരങ്ങളാണ്. കൈത്തറി ഇനങ്ങളാണോ എന്നെനിക്കറിയില്ല. ചേച്ചിമാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നു. ഇവിടെ അത്തറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അത്തറുകൾ വിൽക്കുന്ന ഒരു സ്റ്റോൾ. അവർക്ക് ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ നല്ല ഗന്ധം. ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നു. അതിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ച് അവർ പുള്ളി പറയുന്നു. അതെല്ലാം കയ്യിലേക്കിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ടാറ്റുവിൻ്റെ ഒരു കാലമാണല്ലോ. വിവിധ ഡിസൈനിലുള്ള അച്ചുകൾ നിരത്തി വെച്ചിരിക്കുന്നു. ടാറ്റു ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ജോക്കേഴ്സ് ടാറ്റു പല ടൈപ്പുകളുണ്ട്.